ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ക്രിസ്മസ്. എല്ലാവിധമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആയിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ രാവിലെ ചായക്ക് വെള്ളം വെച്ചു, പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചപ്പാത്തി മസാലയും ബ്രെഡും കൂടെ മിക്സ് ചെയ്തുള്ള മസാല ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ബ്രെഡ് മസാല മിക്സ് രണ്ടും കൂടെ ഉള്ള. അപ്പോൾ ഞാൻ ഈ തലേന്നുള്ള ഇപ്പം ചപ്പാത്തി രാത്രി അധികം വരുമല്ലേ, അതിപ്പം ഒരു ദിവസത്തെ അല്ല 2 ദിവസത്തേക്ക് ആകുമ്പം അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കുന്നത് ആണ് എനിക്ക് കൂടുതലായിട്ടും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. കൊച്ചുങ്ങൾക്ക് കുടിക്കാനുള്ളത് ഞാൻ എടുത്തങ്ങോട്ട് കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നേ. അതൊന്ന് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതേപോലുള്ളൊരു ഉരുളി വാങ്ങിക്കാനായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയോണ്ടേ ഇതിൻ്റെ ഡബിൾ വിലയായി ഇപ്പം. അപ്പം ഞാനേ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ചിട്ട് അത് ഇച്ചിരിയും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം തണുപ്പല്ലേ, അപ്പം ബ്രൈസനെ എണ്ണിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പം ബ്രൈസ എന്നോട് പറ, മമ്മി എന്നെ ഇനിയും പ്രൈസ മോനെ എന്ന് വിളിക്കാതെ മമ്മി എന്തോ വേണോ ഇക്കിളിടണോ എന്നെ. ഇക്കിളിടുമ്പോൾ ഞാൻ ഇന്ത്യയിൽ പറയും ഗുതുഗുതു കറിനേക്കാന്ന്. ഇക്കിളിടുമ്പോൾ ഞാൻ ഇടീറ്റോളാന്ന്. ഇതിലിപ്പോൾ ഞാൻ ഇച്ചിരി നന്നായിട്ട് പച്ചക്കറികൾ ചേർത്തിട്ടുണ്ട്. കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങ് വയറ്റി ചെന്നോളൂല്ലേ. അപ്പോൾ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കട്ടെ. അപ്പോൾ എനിക്കിന്ന് പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കണം. ഇച്ചിരി പ്രോൺസ് അച്ചാറിൻ്റെ പ്രോൺസ് അച്ചാർ ഇടണം. അപ്പോൾ ഈ പ്രോൺസ് അവർ ആ മുതുകത്തെ നൂല് കളഞ്ഞിട്ട് ഇവിടുന്ന് വാങ്ങിക്കുന്നവർ നന്നായിട്ട് കീറി നൂലെടുക്കും. പക്ഷേ അതിൻ്റെ അടിവശത്ത് ഞാൻ ഈ ടൈഗർ പ്രോൺസാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിവശത്തും ഒരു നൂല് പോലുണ്ട്. അപ്പോൾ അത് ഞാൻ എടുക്കും. അതെടുത്ത് മാറ്റാറില്ല. അവർ പുറം നന്നായിട്ട് കീറി പൊളന്ന് എടുക്കും. അന്നേരം അവർ പറയുന്നത് അടിവശത്തെ എടുത്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു പേടി, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് എന്തെങ്കിലും പറ്റിയാലോ എന്നും പറഞ്ഞ് ഞാനത് മൊത്തം, അതുകൊണ്ട് എനിക്കത് അവിടെ ഇരുന്ന് ഇപ്പം നമ്മൾ 1 കിലോയുടെ ആണെങ്കിലും അച്ചാർ ഓർഡർ ആണെങ്കിലും അതെല്ലാം നുള്ളിപ്പറക്കി എടുക്കുമ്പോഴത്തേക്കിന് കുറേ സമയം എടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് ജോലികളെല്ലാം ചെയ്ത് ഒരിടത്ത് അടങ്ങിയിരുന്നേ ചെയ്യാൻ പറ്റത്തുള്ളത്. എന്നാണ്ട് ചപ്പാത്തി താണ്ട് ഇങ്ങനെ ഞാൻ നീളത്തിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബ്രെഡും ചില സമയത്ത് ഞാൻ ഇച്ചിരിയും കൂടെ വീതിയായിട്ട് ചെയ്യും. ഇന്ന് ഞാൻ ഇച്ചിരി കട്ടി കുറച്ചിട്ട് ഇങ്ങനെയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. ഈ പ്രോൺസ് അച്ചാറൊന്നും ഞാൻ ഇട്ട് വെക്കത്തില്ല, കാരണം അത് ഇത്തിരി റേറ്റും ഉണ്ട്. ഇട്ട് വെച്ചിട്ട് അഥവാ ആരും അങ്ങനെ വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ അത്രയും എനിക്ക് നഷ്ടമാകത്തില്ലേ. അതുകൊണ്ട് ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പിട്ടാണ് ഞാൻ പ്രോൺസ് അച്ചാർ ഒരാൾക്ക് വേണമായിരുന്നു. ആദ്യം അവർ അതിൻ്റെ 1/4 കിലോ 250 ഗ്രാം വാങ്ങിച്ച് പിന്നെ അത് ടേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് വീണ്ടും അവർ ഓർഡർ ചെയ്ത് 1 കിലോയ്ക്ക്. അപ്പോൾ അത് ചെയ്ത ഉടനെ ഞാൻ അതിൻ്റെ കൂടെ ഒരു 1/4 കിലോ കൂടെ ഞാൻ എക്സ്ട്രാ ഇടത്തുള്ളൂ. 1/2 കിലോയൊക്കെ ഇട്ടാൽ നമുക്ക് അത്രയും ഇതാവത്തില്ലേ. 2 ദിവസം മുമ്പിട്ട് ഇട്ടത്. അത് കഴിഞ്ഞാണ് ഈ ഓർഡർ വന്നത്. നമ്മളിപ്പോൾ ഒരുമിച്ചിടുന്നതും ഇപ്പോൾ ഒരു 2-3 കിലോയൊക്കെ ഇടുന്നതും 1 കിലോ ആയിട്ട് ഇടുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ 1 കിലോയൊക്കെ ആയിട്ട് ഇടുമ്പോഴും നമുക്ക് അധികം ലാഭം കിട്ടത്തില്ല. അതേസമയം ഇപ്പോൾ ഒരു 2-3 കിലോ ഒരുമിച്ചിടുവാണെങ്കിൽ നമുക്ക് ഇത്തിരി എന്തെങ്കിലുമൊക്കെ അതിൽ കിട്ടും. ഇവരുടെ പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രോൺസ് അച്ചാറാണേലും അതിൻ്റെ എന്താണെങ്കിലും. പക്ഷേ ഇവിടെ പോളിന് പ്രൈസം വറുത്ത് ഞാനങ്ങനെ അച്ചാറിന് വറക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വന്നെടുത്ത് തിന്നും, അല്ലാതെ ഇഷ്ടമല്ല. ഇന്നാളിൽ തോരൻ വെച്ചിട്ട് പ്രൈസം കഴിച്ചു, പക്ഷേ പോളിന് അതും വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ അച്ചാറിടുന്ന സമയത്ത് ഒരു ഇച്ചിരി റേച്ചാനും വേണ്ടി എക്സ്ട്രാ ഞാൻ എടുത്ത് വെക്കും. അതനുസരിച്ച് നമ്മൾ വാങ്ങിച്ചാൽ മതിയല്ലേ. ഞാനിതെല്ലാം വഴന്ന് വന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, സ്വല്പം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, സ്വല്പം കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം പോകണേ. ഈ ഉരുളി നല്ല ചൂടായതുകൊണ്ട് നന്നായിട്ട് അങ്ങ് പൊടിയെല്ലാം അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ചപ്പാത്തിയൊക്കെ ഇടുമ്പോൾ ഇത്തിരി അതിലൊന്ന് മസാല പിടിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഞാൻ അത്രയും വെള്ളം ഒഴിച്ചിട്ടും പെട്ടെന്ന് ഉരുളിയിലല്ല അതങ്ങ് ചൂട് കയറി പിടിച്ച്. അപ്പോൾ
ഇച്ചിരി വെള്ളമല്ല ഉള്ളു. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പൂടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ആ ചപ്പാത്തിയും കൂടി ഇട്ടിട്ട്, ചപ്പാത്തി ആദ്യം ഒന്നും ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ അകത്തൊന്ന് ആവി കയറുമ്പോൾ അതൊന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇളക്കാൻ എളുപ്പമാണ്. അപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൽ ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ ചേർക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ മസാലക്കുത്തും എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കിട്ടും. ഞാൻ ഈ റെസിപ്പി അങ്ങ് പറഞ്ഞു പോകുന്നത് എങ്ങനെ, പഴയ ആൾക്കാരാണെങ്കിൽ ഇത് കണ്ട് കണ്ട് മടുത്തവരാ. പക്ഷെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കതൊന്ന് പ്രയോജനമായിക്കോട്ടെ എന്നും പറഞ്ഞാണ് ഞാൻ ഈ റെസിപ്പി പറഞ്ഞു പോകുന്നത്. അതിപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അച്ചാർ എറണാകുളത്തേക്ക് കൊടുത്തായിരുന്നേ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു അത് കഴിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയണേന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ പാചകം ചെയ്യാൻ അറിയാത്ത ഞങ്ങൾക്കൊക്കെ അത് കിട്ടുമ്പോൾ ഒരു പ്രശ്നമായിട്ട് വരത്തില്ലെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അങ്ങ് നന്നായിട്ട് പാചകം ചെയ്യുന്നവരാണ്. പക്ഷേ അങ്ങനല്ല, പാചകം ചെയ്യാൻ അറിയാത്തവരും ഈ വീഡിയോയൊക്കെ കാണുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് യൂട്യൂബിലൊന്നും നോക്കിയൊന്നും ചെയ്യാൻ അറിയത്തില്ലായിരുന്നല്ലോ. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ യൂട്യൂബ് നോക്കിയെല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം യൂട്യൂബിലുണ്ടല്ലേ. പണ്ടൊക്കെ എനിക്കും അങ്ങനെ കുക്കിങ്ങൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, പണ്ടൊക്കെ നമുക്ക് ഈ വനിതയുണ്ടായിരുന്നല്ലോ, വനിത അങ്ങനെ ചില മാഗസിൻ്റെ അകത്ത് ഈ കുക്കിംഗ് ഷോ എഴുതി. എന്നിട്ട് പിന്നെ ഞാൻ ഈ നാട്ടിലൊക്കെ പണ്ട് ഇന്നും സ്ഥിരം നമ്മൾ ട്രെയിനിലല്ലായിരുന്നു പോകുന്നത്. അപ്പോൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ട്രെയിനിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോരുത്തരുടെ കുക്കിങ്ങിൻ്റെ ബുക്കുകൾ കൊണ്ടുവെക്കുമല്ലേ, അങ്ങനെ അത് വാങ്ങിച്ച് ഒരു സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് അതെല്ലാം ഞാൻ ഈ ബംഗാർ വാലയ്ക്ക് കൊടുത്ത്, രദ്ദി വാലയ്ക്ക്. ഇപ്പോഴെന്ന് പറയുന്നത് ആർക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര തരം വീഡിയോകൾ വേണോ അതെല്ലാം കിട്ടും. അപ്പം ഞാനിതിൽ ലാസ്റ്റിൽ ഇച്ചിരി നെയ്യൂടെ ചേർത്തായിരുന്നു. അപ്പം നെയ്യൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഒരു പ്രത്യേക ടേസ്റ്റ്. നെയ്യ് അങ്ങനെ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ചില സമയത്ത് ചേർക്കും, ചില സമയത്ത് ചേർക്കത്തില്ല. അതുപോലെ ഓർക്കുവാന്നേലും ചേർക്കും, ചിലപ്പോൾ ഓർക്കത്തില്ലല്ലേ. അപ്പം നമ്മുടെ ബ്രെഡ് മസാല ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പം വൈകിട്ടത്തേക്കിനും ഓർക്ക് ഞാൻ വെച്ചേക്കും, വൈകിട്ടത്തേക്കിനോടുണ്ട്. ഞാനിപ്പം ഫ്രണ്ട് റൂമിൽ നിന്നാണ് എടുക്കുന്നത്, ഹോളിൽ നിന്ന്. റീസൺ പോകാനായിട്ട് ഇറങ്ങുക. രാവിലെ കാക്കയുടെ സൗണ്ട് കേൾക്കാൻ തന്നെ ഒരു അതാ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത്. കാക്കകളുടെ സൗണ്ട് ഞാൻ ഡാഡിയുടെ പറഞ്ഞ, ഡാഡി ഇങ്ങനെ നോക്കിയിരിക്കും എന്തുവാ ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പോഴതാ ഞാൻ പറഞ്ഞ കാക്കകളുടെ സൗണ്ട് കേൾക്കാൻ നല്ല രസം, അതാ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന്. അപ്പോൾ കൊച്ചിനെ കൊണ്ട് പോയി റീച്ചാൻ. രാവിലെ തൊട്ട് നല്ല തിരക്കാണെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. ഇപ്പോഴാണ് വീഡിയോ തന്നെ എടുക്കാൻ പറ്റിയത്. എന്നിട്ട് എൻ്റെ ജോലികൾ തീർന്നിട്ടില്ല, ഒത്തിരി തയ്യാറികൾ. ഇന്നലെ നാരങ്ങ ഈന്തപ്പഴം കൂടി ഇട്ടു. ഇന്നിപ്പം ഞാൻ നോർമൽ വോയിസ് ഇടാനായിട്ട് ഇരുന്നുണ്ടേ. ഞാനിപ്പം കേട്ടപ്പോഴാണ് അറിയുന്നത് എവിടെയോ നമ്മുടെ ഈ സൊസൈറ്റി തന്നെ ഇനി കല്യാണമാണോ എന്തോന്ന് അറിയത്തില്ല, ഭയങ്കര ഡ്രമ്മടിയും ബഹളവും. എനിക്ക് ഒട്ടും എൻ്റെ നോർമൽ വോയിസ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഞാനതാ ഇപ്പം അങ്ങ് വോയിസ് ഓവർ ഇടുന്നത്. ഞാൻ പറഞ്ഞില്ലേ അച്ചാറൊക്കെ ഇടാനായിട്ട് ഞാൻ പ്രോൺസ് കൊണ്ട് വെള്ളത്തിൽ ഇട്ടേക്കുന്നു. അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല. രാവിലെയാണ് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇരുന്ന് പൊളിച്ചത്. 1-2 ദിവസം കൊണ്ട് ഇങ്ങനെ ചിക്കൻ ആണെങ്കിലും ഞാൻ ഒത്തിരി ഇട്ട് വെക്കാറില്ല. ചിക്കൻ്റെ അച്ചാറുണ്ടായിരുന്നു, പ്രോൺസിൻ്റെ ഈ കഴിഞ്ഞിട ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം വീണ്ടും ഇടുന്നത്. ബീഫ് അച്ചാർ ഇടയ്ക്ക് ഇടണമായിരുന്നു, നാരങ്ങ ഈന്തപ്പഴം ഇടണം. അതുകൊണ്ട് ഈ ദിവസങ്ങളെല്ലാം നല്ല തിരക്കായിരുന്നു. അത് ഞങ്ങളുടെ ക്യാമ്പ് മീറ്റിങ് 2 പാർട്ടായിട്ടാണ് വെച്ചത്. അവിടെ സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് നവംബറിൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ഡിസംബർ 27, 28 ഉണ്ട്. അപ്പോൾ ഈ 8-ാം തീയതി മുതൽ പിന്നെ ഈ 26-ാം തീയതി വരെ ഓൺലൈൻ മീറ്റിംഗ് 11 തൊട്ട് 12 വരെ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടുണ്ട്. അപ്പോൾ അത് ഇരുന്നിട്ടാണ് ഞാൻ ഈ ജോലികൾ ചെയ്യാൻ വന്നത്. അതുകൊണ്ട് ആ 1 മണിക്കൂറുണ്ട് നമുക്ക് അത്രയും എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അതെല്ലാം ഒന്ന് നേരത്തെ ഒന്ന് ചെയ്ത് വെക്കും. അപ്പോൾ ഒരു നേരം ഞാനും അപ്പച്ചനും ആഹാരം കഴിക്കത്തില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ അപ്പച്ചനാണെങ്കിൽ 40 ദിവസമൊക്കെ എടുത്ത കാലമുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഈ തൈറോയിഡും ഷുഗറിൻ്റെയൊക്കെ മെഡിസിൻ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ ഒരു നേരെ ഞാനും എടുക്കുന്നുള്ളൂ. നേരത്തെയൊക്കെ ആണെങ്കിൽ ഫുൾ ഡേ ഒക്കെ എടുക്കുമായിരുന്നു, ഒരാഴ്ചയൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാനും അപ്പച്ചനും ഒരു കോഫി ഉണ്ടാക്കി കുടിക്കും. ഞാൻ ആദ്യത്തെ ദിവസം ഫുൾ ഡേ എടുക്കാമെന്ന് വെച്ച് നോക്കി, പക്ഷേ
പറ്റിയില്ല. കാരണം ഈ ഷുഗറിൻ്റെ മെഡിസിനൊക്കെ കഴിക്കുമ്പോഴേ അത് കഴിക്കാതിരിക്കുന്നുണ്ടേ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു നേരം കഴിക്കാതിരിക്കും. അപ്പം ഞാനിനിയും പ്രോൺസൊക്കെ അടപ്പത്തും പോട്ടെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. പിന്നെ ഇച്ചിരി മീനെടുത്ത് വെളിയിലിട്ടിട്ടുണ്ടൊന്ന് വറക്കാനായിട്ട്. അപ്പം പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്നേ ഉള്ളൂ. അച്ചാറിടാൻ നല്ല സൂപ്പർ കറിവേപ്പില, നല്ല മണമുള്ള. ഞാൻ ആ ചപ്പാത്തി ആൻറ്റിയുടെ കടയുടെ ഫ്രണ്ടിൽ ഒരു പച്ചക്കറിക്കായി ഒരു അങ്കിളും ആൻറ്റിയും ഉണ്ട്. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് നല്ല ഫ്രഷ്, അവരുടെ കയ്യിലുള്ളത് നല്ല മണമുള്ള. അതിനി ഒന്ന് കഴുകി വാരി വെക്കണം. ഇനിയും ഇപ്പോഴാണ് രാവിലെ പയർ അരിഞ്ഞത്. അപ്പോൾ അതൊന്ന് തോരൻ വെക്കാം. ഇന്നലത്തെ സാമ്പാറുണ്ട്, നേരത്തെ ചീരയും പരിപ്പൂടിട്ട് അതിരിപ്പുണ്ട്. മീനെല്ലാം വാങ്ങിച്ച സ്റ്റോക്കൊക്കെ തീരാറായി. ഇനി ഒരു കൂട്ടം കൂടെ ഉള്ളു. ഇനി ഒരു ദിവസം ഒന്ന് പോകണം. പക്ഷേ ഇപ്പം ഈ സമയത്ത് എന്തോ ഇനി ഞങ്ങളുടെ ഇവിടെ ഇനിയും നമ്മുടെ കേരച്ചൂര വരത്തില്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതില്ലെങ്കിൽ എൻ്റെ അച്ചാർ പരിപാടി എന്തോ ആവുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു വർഷം ആകാറായെന്ന് തോന്നുന്നു കേരച്ചൂര വന്നിട്ട്. അവർ ദീപാവലി അന്ന് ആദ്യം പറഞ്ഞാൽ ദീപാവലി കഴിഞ്ഞിട്ട് വരുമെന്ന്. ദീപാവലിയും കഴിഞ്ഞ് എന്നാലും കുഞ്ഞു കുട്ടി അങ്ങനെയുള്ളതേ വരുന്നുള്ളൂ. അങ്ങനെയുള്ളത് വാങ്ങിച്ചാൽ നമുക്ക് ഒന്നും കിട്ടത്തുമില്ല, നമുക്ക് നഷ്ടവുമാണ്, വിലയുമാണ്. അതേസമയം നമുക്കൊരു 10-15 കിലോയുടെ ഒരു വലിയ ഒരെണ്ണം വാങ്ങിക്കുവാണെങ്കിൽ അതിലും തല പോവും. പക്ഷേ നാട്ടിലൊക്കെ ആദ്യമൊക്കെ ബെൻസിയൊക്കെ അങ്ങനെയായിരുന്നു വാങ്ങിക്കുന്നത്. പിന്നെ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പീസായിട്ട് കിലോ കണക്കിന് കിട്ടും. ഇവിടെ അങ്ങനെ കിലോ കണക്കിന് കിട്ടത്തില്ല, ഓരോന്നായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണമായിട്ടാണ് കിട്ടുന്നത്. കിലോ കണക്കിന് കിട്ടുമായിരുന്നെങ്കിൽ നമുക്കത് ലാഭമായിരുന്നു. ഈ തലയുടെ ഒന്നും വേസ്റ്റ് പോകത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഒരെണ്ണമായിട്ട് വാങ്ങിക്കുവാന്നേലും നമ്മുടെ ഇവിടെ ഈ വണ്ടിക്കാരൻ കൊണ്ടുവരികയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ പറയുവാന്നേലും പുള്ളി കൊണ്ടുവരും. പക്ഷേ പുള്ളി ആ തല സഹിതമല്ലേ വില എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്കത് നഷ്ടമാണ്. പുള്ളി ഇങ്ങനെ കിലോ കണക്കിന്, കാരണം പുള്ളി പറയുന്നത് എന്നാലും ഞങ്ങൾ പറഞ്ഞ് ഇതെന്താ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് പീസാക്കി ഇങ്ങനെ വിൽക്കുവാണെങ്കിൽ ആൾക്കാർ വാങ്ങിക്കത്തില്ലേന്ന്. അന്നേരം പുള്ളി പറയുന്നത് അത് ഇങ്ങനെ നിങ്ങളുടെ ആൾക്കാർ മാത്രമേ ഇത് വാങ്ങിക്കത്തുള്ളൂ, ബാക്കി ഇവിടങ്ങളിലുള്ളവരെല്ലാം ഈ പാപ്ലേറ്റ് വെള്ള ആവോലി ഉണ്ടല്ലോ അതും പ്രോൺസൊക്കെയാണ് കൂടുതലും വാങ്ങിക്കുന്നത്. നേരത്തെ ഞാൻ ഇച്ചിരി മസാല പുരട്ടി വെച്ചൊരു 4 മീനിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ ഞാൻ പുരട്ടിയത് എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വറക്കാം. ഇടിരിക്കട്ടെ. തോരൻ റെഡിയായി. തുണി ഇനിയും വിരിക്കണം. ഗ്ലാസ്സിലൊന്ന് ആറ്റിയതായിരുന്നേ, അതുകൊണ്ട് ആ ഗ്ലാസ്സിലങ്ങനെ അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വറുക്കാനായിട്ട് ഞാൻ വലിയ പാന എടുത്തത്. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ ഒത്തിരി അട്ടി അടുക്കി ഇട്ടാൽ പിന്നെ അത് തിരിച്ചിടാൻ പ്രയാസം. എൻ്റെ അമ്മയുണ്ടല്ലേ ഇതിനേക്കായി ചെറിയ പാനാന്നേലും ഇതെല്ലാം കൂടെ അതിൻ്റെ അകത്ത് അട്ടി അടുക്കി ഇട്ടിട്ട് നന്നായി അമ്മ തിരിച്ചിടുകയും ചെയ്യും. എനിക്ക് പക്ഷേ അത് പൊടിഞ്ഞു പോകുമെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ ഇച്ചിരി സ്പേസ് ഇട്ടിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി നേരം ഇതൊന്ന് അടച്ചു കൊടുക്കുകയൊന്ന് പൊട്ടിത്തെറിക്കാതിരിക്കാൻ. തുണി വിരിക്കട്ടെ. എത്രയ്ക്കായിരുന്നാലും നമുക്ക് ഇത് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലുമേ ഈ തുണി വിരിപ്പീരും ആ പരിപാടികളെല്ലാം എന്നും ഉള്ളതാണ്. തുണി ഒരു ദിവസം കഴുകാതിരുന്നാൽ പിന്നെ നമ്മുടെ നമ്മുടെ കഷ്ടകാലമാണെന്നുള്ള. ഇതെല്ലാം പിന്നെ മടക്കുന്നതും കഴിഞ്ഞ ഇപ്പം ഈ അച്ചാർ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ 2 ദിവസത്തെ 3 ദിവസം ഒരുമിച്ചാണ് മടക്കുന്നത്. രാവിലെ കട്ടിലേലോട്ട് എടുത്തിടും, പിന്നെ രാത്രിയിലാകുമ്പം കട്ടിലിൽ നിന്ന് എടുത്ത് ചെയറിലോട്ടിടും. അങ്ങനെയൊക്കെയാണ് പരിപാടി. ഒത്തിരി നമുക്ക് സ്ഥലമില്ലല്ലോ അവിടെ ഇവിടെയും കൊണ്ടിടാൻ. അതുകൊണ്ട് ഈ അകത്തെ കട്ടിലേലായിരിക്കും കൊണ്ടെല്ലാം കൂടെ ഇടുന്നത്.
എന്നിട്ട് മടക്കിയില്ലെങ്കിൽ കുറച്ചൊക്കെ നിന്ന് 1-2 മടക്കും, പിന്നെ ബാക്കിയുള്ളതെടുത്ത് പിന്നെ വീണ്ടും ചെയറിലോട്ടിടും രാത്രി, പിന്നെ പകലെടുത്ത് വീണ്ടും കട്ടിലയിലോട്ട് തള്ളും. അതാ നടക്കുന്നത് ഇപ്പോൾ. ഈ ഇങ്ങനെ ബിസി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അകത്ത് പോയി ഇരുന്ന് അന്നേരമാണ് മടക്കുന്നത്. പിന്നെ വന്നിട്ടേ ചോറ് വല്ലതും കഴിക്കത്തുള്ളൂ. എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാവകാശം അച്ചാറൊക്കെ ഇട്ടായിരുന്നു. ഇത് പിറ്റേന്നത്തെ ദിവസമാണ്. അച്ചാറെല്ലാം സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.